അഴിച്ചിട്ട് ഞങ്ങൾ പോയല്ലോ. ഓൻ വരികയാണെന്നുള്ള ആ ഒരു പൊലിവിലാണ് ഞാൻ നിൽക്കുന്നത്. കുട്ടി ആദ്യം ഞങ്ങളൊരു ട്രിപ്പ് കഴിച്ചോക്കെ ടേസ്റ്റ് ഉണ്ടോ. ഈ ഡ്രസ്സ് മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ അവന്. മുടിന്റെ ഇതൊക്കെ വലിപ്പം ഇതാ നോക്കിയൊക്കെ ഇത്ര ഉണ്ട്. ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ പറഞ്ഞ പോലെ ഞങ്ങളെ ബാർബർ ഷോപ്പ് വീട്ടിൽ തന്നെ. മുടി വെട്ടാന് അവൾക്ക് മുടി വെട്ടുന്ന പിന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഇടക്കിടക്ക് പപ്പാ ഇങ്ങനെ കാട്ടും. മുടി എന്താട്ടുക ആ കൈ ഉള്ളിൽ കൂടെ കാട്ടുന്നുണ്ട് കേട്ടോ. ആ കാണായിയാണ്. ഇന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ക്യാപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. യാമിക്കുട്ടിന്റെ കാക്കു അങ്ങ് അയർലാൻഡിൽ നിന്ന് വരുന്നുണ്ട് യാമിക്കുട്ടിനെ കാണാനില്ലേ. യാമിക്കുട്ടിയൊക്കെ വെയിറ്റിങ്ങിലാണ്. അവനിപ്പോ പോയിട്ട് ഇപ്പോ 10ാം മാസമാണ് കേട്ടോ. ഇപ്പൊ ഞായറാഴ്ച ഉണ്ടോ, ഞായർ തിങ്കൾ ചൊവ്വാഴ്ച രാത്രി. നാളെ തന്നെ അവിടുന്ന് പുറപ്പെടും. പക്ഷെ നമ്മളവിടേക്ക് രാത്രി ചൊവ്വാഴ്ച രാത്രിയാണ് എത്തുള്ളൂ കേട്ടോ. 24 hours. ഇൻഷാ അല്ലാ. അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. യാമിക്കുട്ടിയൊക്കെ കാക്കു വരുന്ന പ്രമാണിച്ചിട്ട് ഒരുങ്ങണല്ലേ. ബാർബർ ഷോപ്പ് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുങ്ങാനൊക്കെ എളുപ്പമാണല്ലേ യാമിയെ. കുറെ ഒരുക്കാനങ്ങളുണ്ട്. ഇന്നിപ്പോ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാറുണ്ട്. ഇത് എനിക്ക് റെനമോള് തന്ന മാക്സിയാണ് കേട്ടോ. ഞാൻ ബാഗ് എടുത്തപ്പോ ഓൾക്കും ബാഗ് വേണം. ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ ബാഗ് കേട്ടോ. റെനമോള് തന്നെ. ഫോണുണ്ടോ. യാമിക്കുട്ടിയുടെ മുടിയൊക്കെ വെട്ടി ഒതുക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഷോപ്പിങ്ങിന് പോവുകയാണല്ലേ യാമി. ഇപ്പൊ സൺഡേ ആയിട്ട് തന്റെ സൺഡേ ബിരിയാണിയും സൺഡേ മന്തിയൊന്നും അല്ല കേട്ടോ. ഞങ്ങള് ഉച്ചക്ക് പുറത്തുനിന്ന് ലഞ്ച് അങ്ങനെ ഒരു പതിവൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് കുടുങ്ങുമ്പോൾ മാത്രമേ ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ളൂ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലത്തേക്കൊന്നും പോകലില്ല. ഇന്നിപ്പോൾ രാവിലെ കുറച്ച് പണിയുണ്ട്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു നമുക്ക് ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട, ലഞ്ചൊന്നും പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ. അപ്പൊ ആദ്യം പോയിട്ട് ലഞ്ച്, പിന്നെ യാമിക്കുട്ടിക്ക് ഡ്രസ്സ്, കുറച്ച് സാധനങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിക്കണം. അവളാണെങ്കിൽ പിസ്സ പറയാം. പിസ്സ കഴിക്കാനൊന്നല്ല കേട്ടോ, കളിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമ്മ ഡ്രസ്സൊന്നും കാണിച്ചിട്ടെ. ഇത് രജിത്ത തയ്ച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ കയ്യിന്റെ അറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് പിസ്സ കഴിക്കാനല്ല കേട്ടോ നമ്മൾ പോണ്. മാമിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനാ. കഴിഞ്ഞ് ഇനി അടുത്തത് ഷോപ്പിംഗ്. ഞാൻ ഡ്രസ് നോക്കാൻ പോവാല്ലേ. യാമിക്കുട്ടിന്റെ കാക്കു എവിടെയാണ്? യാമിക്കുട്ടിന്റെ കാക്കു എങ്ങോട്ടാ പോയി? എവിടെ പോയി? അങ്ങോട്ട് പോയോ? കാക്കു എങ്ങനെ വരിക? ഫ്ലൈറ്റിലോ? ആ ഫ്ലൈറ്റിലോ വരുന്നത് കാക്കു? ഇന്നലെ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്ന് ഞാൻ ഇന്നലത്തെ ഡ്രസ്സ് തന്നെ എന്നും ഇട്ടിക്കാനിട്ടോ. കാരണം ഇന്നലെ അത് ആദ്യമായിട്ട് ഇടായിരുന്നു ഞാൻ. ഇത് റെനമോളും ഗിഫ്റ്റ് എന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓള് ദുബായിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്നത് ഡ്രസ്സ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന് സിബ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ പാലുകൂടി നിർത്തിയപ്പോ ഇത് ഇട്ടതാണ്. അപ്പൊ ഇട്ട് കൊതിന് മുമ്പേ അഴിച്ചിട്ട് ഞങ്ങൾ പോയല്ലോ. അപ്പൊ ഞാൻ ഇന്നും ഇതന്നെ ഇട്ടു. നമുക്ക് ഷാൾ വേണ്ടേ? താങ്ക് യു. മീമി പിടിക്കാനുള്ള നേരല്ല, 100 കൂട്ട പണികളുണ്ട് മമ്മക്ക്. ഇന്നലെ പിന്നെ വന്നിട്ട് ഇന്നലെ ടൗണിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞായറാഴ്ച അല്ലായിരുന്നോ. പോയ കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് യാമിക്കുട്ടിക്കും ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ സ്ഥിരമായിട്ട് പോകുന്ന ഷോപ്പുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും കണ്ണും പൂട്ടി പോയാലും എനിക്ക് അവിടുന്ന് ഒരു ഡ്രസ്സ് കിട്ടാറുണ്ട് കേട്ടോ.
എപ്പോഴും. പക്ഷെ ഇന്നലെ പോയപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. സിമ്പിൾ ഒരു ടോപ്പും ഒക്കെ ഉണ്ട്. നാളെ കേട്ടോ ഷെഫ് മോൻ വരുന്നത്. സർപ്രൈസ് ആയിട്ട് വരാനായിരുന്നു പ്ലാന്. നവംബറിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. പിന്നെ നവംബറിലും വരുന്നില്ല മമ്മ, വരാൻ പറ്റൂല എന്നൊക്കെ പറയായിരുന്നു. അപ്പൊ പിന്നെ ഞാനൊരു ദിവസം അടുക്കളയുടെ വർക്ക് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അടുക്കള പൊളിച്ചിട്ട് പുതിയതാക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ അവനോട് അതിങ്ങനെ വെറുതെ പറയുന്നത്, ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. മമ്മ ഇപ്പൊ അടുക്കള പണിയൊന്നും വേണ്ട, ഇപ്പൊ അടുക്കള പൊളിച്ചിട്ടുണ്ട അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ വേണം ഓനാണെങ്കിൽ വേണ്ട. അവസാനം പിന്നെ എനിക്ക് പറയല്ല എന്ന് പറഞ്ഞില്ല. ഓൻ വരുമ്പോൾ തള്ള അടുക്കളൊക്കെ പൊളിച്ചിടുമോ എന്ന് പേടിച്ചിട്ട് ഓൻ പറഞ്ഞിട്ട് വരണ ഇഷ്ടേക്ക് സർപ്രൈസ് ആയിട്ടൊന്നും ഇഷ്ടമില്ല. കാരണം ഇപ്പൊ കുറെ ദിവസം മുമ്പേ എനിക്ക് സന്തോഷം തുടങ്ങി. ആ ഷെഫ് മോൻ വരില്ലേ ഇത് ഒറ്റടിക്കാകുമ്പോൾ ആ ഒരു സന്തോഷമല്ലേ അപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇത്രയും ദിവസം മുതലും ഓൻ വരികയാണ് എന്നുള്ള ആ ഒരു പൊലിവിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഓനോട് പറയുന്നു, ഇജ്ജ് സർപ്രൈസ് ആക്കാൻ ഞാൻ നന്നായി, എനിക്ക് എന്തെല്ലാം ഒന്നും ഒരുക്കാണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഓൻ്റെ ഒരു സർപ്രൈസ് പൂതിയല്ലേ. അപ്പൊ ബാക്കിയുള്ളവരാൾ ആരോടും പറഞ്ഞിട്ടില്ല. പട്ടാമ്പി വീട്ടുകാരോടും ഇവിടുത്തെ വീട്ടുകാരോടും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ വന്നിട്ട് അങ്ങോട്ടേക്കൊക്കെ സർപ്രൈസ് ആയിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇതുവരെ ഇക്ക ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, വാപ്പ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, അങ്ങനെയുള്ള പൊലിവുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ മോന് വരുന്നുണ്ട് എന്നുള്ള ആ ഒരു പൊലിവ്. കുറച്ച് ദിവസം മുമ്പ് ഓനങ്ങനെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിക്കാനൊരു കൊതി തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ വന്നാൽ മതി ഓനൊന്ന് എപ്പോഴൊന്നും നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ലല്ലോ. മനസ്സിലൊരു ഇടങ്ങേറ് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയം, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്കൊരു ദിവസം ഇങ്ങനെ കെട്ടിപ്പിടിക്കണം എന്നിട്ടാണ് ഞാൻ കെട്ടിപ്പിടിച്ചത്. വയറൊക്കെ വെച്ചിട്ട് അപ്പോൾ കെട്ടിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ കാണും, മുണ്ടും വർത്തമാനം പറയുന്നതാവും. പ്രത്യേക മൊമെൻറ്റ്സിലാണ് നമ്മൾ കെട്ടിപ്പിടിക്കുക. നമുക്ക് മനസ്സിലൊരു ഇത് വരുമ്പോൾ എന്ന പോലെ അതിനിങ്ങനെ കൊതിയായി ഒരു ദിവസം. അപ്പം ഞാൻ നാളെ വന്നിട്ട് കെട്ടിപ്പിടിക്കണം എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇപ്പം ഏതൊരു വിശേഷാവസരങ്ങളാണെന്നുണ്ടെങ്കിലും തയ്യൽ അറിയുന്നവർക്ക് എന്നും തലേ ദിവസം ഒരു തയ്യൽ പണി ഉണ്ടാവും. അപ്പം ഞാനിന്ന് ആ പണിയിലാട്ടോ. ഇതുകൊണ്ടൊരു ഡ്രസ്സ് തയ്ച്ചിട്ടിടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അയർലൻഡിൽ നിന്നൊക്കെ വരില്ല നമ്മളെ പച്ചയും നീലയും മഞ്ഞൊക്കെ കണ്ടിട്ട് ബോറടിക്കണ്ട. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് കുഴപ്പമില്ലാത്ത ഇത് ഞാൻ അതിനായിട്ട് എടുത്തല്ല, അതിൻ്റെ അടുത്ത് ഉള്ളൊരു മെറ്റീരിയലാണ്. ഞാനിപ്പോൾ അടുത്ത് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മെറ്റീരിയലൊക്കെ ഞാൻ എടുത്ത സമയത്ത് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ഒരു സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ആയിട്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ എന്താ തിരക്കിട്ടിട്ടാണ് ഇത് തയ്ക്കുന്നത്. ജാമിക്കുട്ടിനെ ഒന്നവിടെ സെറ്റാക്കിയിട്ട് വേഗം വന്ന് ഇരുന്ന് അങ്ങനെയൊക്കെ തയ്ക്കണം. അതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എപ്പോഴും പറയാറുണ്ട്. സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഈ വളവളാ പറഞ്ഞു പോയണ പോലെ പറ്റൂല. കറക്റ്റായിട്ട് ഇരുന്നിട്ട് അത് നല്ല വൃത്തിക്ക് എടുക്കണം. ഒരു ഭാഗം മിസ്സായി പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ DMLF ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായാലും നമുക്ക് കുഴപ്പമില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അതേപോലെ അല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഷെഫ് കുട്ടിനെ വിളിക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം അതുകൊണ്ട് എന്ത് ഡ്രസ്സാണ് അടിച്ചത് എന്നുള്ളത്. കഴിഞ്ഞ നമ്മളെ കർട്ടൻ തയ്ച്ചിട്ട വീഡിയോയൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാർ നല്ല ഹെൽപ്ഫുള്ളായി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ കമൻസൊക്കെ. എനിക്കാണെങ്കിൽ ഉറക്കക്ഷീണമാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഞങ്ങൾക്ക് ഉറക്കമില്ല. യാമിക്കുട്ടി 4 മണിക്ക് ഉറങ്ങുള്ളൂ, അപ്പോൾ ഞാനും ഉറങ്ങുള്ളൂ. ഉറക്കമില്ലാത്തൊരു തലക്ക് കിളി പോയൊരവസ്ഥയാണ് ഇപ്പോൾ. ഇനി എനിക്ക് വന്നാൽ എന്തൊക്കെ ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അവിടെ പോയ ഓല് ഉണ്ടാക്കി കഴിക്കണതല്ലേ, എന്തൊക്കെ ഫുഡാണ് വേണ്ട, അപ്പോൾ വരുമ്പോൾ എന്തൊക്കെ ഫുഡാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ബോട്ടി എല്ലാവർക്കും ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല, എല്ലാവർക്കും അറിയുമെന്നും അറിയില്ല. എനിക്ക് ബോട്ടിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതൊന്നും അവിടെ പോയാൽ കിട്ടൂലല്ലോ. ബോട്ടിയും ദോശയും വേണം രാവിലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇന്ന് തന്നെ ഞങ്ങൾ ബോട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഒക്കെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നാളെ ഇന്നിപ്പം ഞാൻ അത് വെച്ച് കൊണ്ടുവന്ന് വെച്ച് ഉണ്ടാക്കി നിലയിൽ വെച്ചിട്ട് ഇന്ന് തന്നെ മേടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അത് മാമയുടെ സീറ്റ് അമ്മ വിളമ്പിത്തരാം. അയർലൻഡുകാരൻ്റെ പേരും പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ബോട്ടിയാണ് കേട്ടോ. അപ്പോൾ ബോട്ടി ആദ്യം ഞങ്ങളൊരു ട്രിപ്പ് കഴിച്ചോക്കെ ടേസ്റ്റ് ഉണ്ടോ സെറ്റാണോ എന്നൊക്കെ അല്ലേക്കാ നോക്കിയിട്ട് നമുക്ക് ഓനക്ക് കൊടുക്കാമല്ലോ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ ചോറിന് കൂട്ടാൻ. ഇന്നും നാളെയും കൂടി നമ്മൾ 3 ആളാകും. ഇനി മറ്റന്നാളാകുമ്പോഴത്തേനും ഞങ്ങൾ ഫാമിലി കംപ്ലീറ്റ് ആവും. പിന്നെ ബുബുക്കുട്ടനും അത് ഓൾറെഡി അവിടെ തന്നെ ഉണ്ടല്ലോ. യാമിക്കുട്ടിയുടെ സീറ്റ് എന്നും അതാണ് കേട്ടോ. टीवी आना चला है। नहीं नहीं हम जाएगा बार्बर में कटिंग के लिए। क्लिक 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 क्लिक। मम्मा वैसे जाओ जाओ मम्मी क्लिक क्लिक ना है। हाँ मम्मी क्लिक 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 शीला क्लिक 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 क्लिक। तुम टीवी देखो देखो टीवी देखो। ओके हाँ बाय ओके चले चले ओके बाय बाय ओके. കൂട്ടി വന്നിക്കാണ് ഞാൻ തയ്ക്കാൻ. ഞങ്ങൾക്ക് ഇവിടെ TV വെച്ച് കൊടുക്കും, ഇക്ക പോകും. യാമിക്കുട്ടി പറയോ? ആ കാക്കു എന്താ പറയാ? കൊറിയർകാർ വന്നിട്ടുണ്ട്. കാർപ്പറ്റ് ഓർഡർ ചെയ്തിരുന്നു.
ഇങ്ങോട്ടേക്ക് ഇതാ പുതിയ കാർപ്പറ്റ് വാങ്ങിച്ചിട്ടോ. ഇവിടുത്തെ കാർപ്പറ്റ് അധികം തിക്നെസ് ഇല്ലാത്ത ഒരു കട്ടില്ലാത്തൊരു കാർപ്പറ്റ് ആയിരുന്നു. അത് മാത്രമല്ല വെള്ള കളറും ആയിരുന്നു കേട്ടോ, വെള്ള ലൈനും ഉണ്ടായി. ഈ മഴക്കാലത്ത് അത് കഴുകിയാലും വൃത്തിയാവില്ല, എന്തായാലും ഇങ്ങനെ ഒരു കളർ വാങ്ങിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കും പിന്നെ ബ്രഷ് ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷേ ആ ചളി കളർ അവിടെ അങ്ങനെ നിൽക്കും, അപ്പോൾ ഒരു വൃത്തിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ മേടിക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ പഫുള്ളത് മേടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഓൺലൈനായിട്ട് മേടിച്ചതാട്ടോ. ചളിയാവാത്ത കളറാണ് പറഞ്ഞിട്ട് ചളിയാക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാലും പെട്ടെന്ന് അതുകൊണ്ട് അറിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്, ആ കല പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ചതല്ല, ഞാൻ ഓർഡർ ചെയ്തത് 8-ാം തീയതിക്കൊക്കെ കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഓർഡർ എന്തൊക്കെയോ ആയിട്ട് പിന്നെ 15-ാം തീയതിയാണ്. പക്ഷെ ഇന്നലെ തന്നെ അത് വന്നു. അപ്പൊ ഭയങ്കര ഹാപ്പി ഇന്നലെ കൊറിയറുകാരെ കണ്ടപ്പോ. ഇന്ന് യാമിന്റെ കാക്കു വരികയാണല്ലോ, പറഞ്ഞെടുത്ത് കാക്കു വരികയാണ് പറഞ്ഞെടുത്ത്. കാക്കു പോകുമ്പോൾ ഇട്ടിന്ന ഉടുപ്പാണ് കേട്ടോ ഇത്. അന്ന് ഇത് ഉടുപ്പായിരുന്നു, ഇപ്പൊ ഇതൊരു ടോപ്പായിട്ട് ഇടുക. ഇത് എന്റെ ഫേവറേറ്റ് ആണ്, ഓളി ഫേവറേറ്റ് ആണ്. അതാണ് ഇത് കളയാതെ കൊണ്ടുനടക്കണ ഈ കുപ്പായം. ഇവിടെ വന്ന മമ്മിക്കുട്ടിയോട് വന്ന മമ്മിക്കുട്ടിയുടെ കാക്കു അയർലൻഡിൽ വരികയാണല്ലോ. കാക്കു വരുന്നുണ്ട്, ചോക്ലേറ്റ് കൊണ്ടുവരുന്നു പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നാണ് ഷെഫ് കുട്ടൻ വരുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ 3 റൂമിലും 3 ബ്രാൻഡിന്റെ ബെഡാണ് കേട്ടോ. 3 ബെഡ് നല്ല തന്നെയാണ് കേട്ടോ. പക്ഷെ അതിൽ ഷെഫ് മോൻക്ക് ഇഷ്ടപ്പെട്ട ബെഡ് ഈ വീടിന്റെ മേക്ക് ഓവർ ഒക്കെ ചെയ്ത സമയത്ത് അങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ അന്ന് പിന്നെ ഓൻ പറഞ്ഞു ഇപ്പൊ മാറ്റിയിടുന്നു വേണ്ട, ഞാൻ പോവല്ലേ. ഓൻ പെട്ടെന്ന് പിന്നെ പോയല്ലോ, പിന്നെ മാറ്റിയിടുകയൊന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ വരുമ്പോഴത്തേനും ഓൻ്റെ റൂമിൽ ഓൻ്റെ ഇഷ്ടപ്പെട്ട ബെഡ് വെക്കട്ടെ വെച്ചിട്ടോ. ഞാൻ എൻ്റെ റൂം ഒന്ന് റെഡി ആക്കട്ടെ. പുതിയ കംഫർട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. വേഗം ഇതൊക്കെ വിരിച്ച് റൂമൊക്കെ ഒന്ന് അടിപൊളിയാക്കട്ടെ. ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല കേട്ടോ, ലിങ്ക് തരൂല. വിത്ത് കുഷ്യനൊക്കെ ഉണ്ട് കേട്ടോ. പുതിയാപ്പിളാരെ പോലെ പുതിയ ടർക്കിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓൻ പോയപ്പോൾ ഓൻ്റെ ടർക്കിയൊക്കെ ഞങ്ങളാണ് യൂസ് ചെയ്യല്. ഓൻ്റെ അലമാറയിലാണ് കേട്ടോ ഓൻ്റെ പെങ്ങളെ കുപ്പായങ്ങളൊക്കെ റെഡി ആക്കിയത്. എൻ്റെ അലമാറയിൽ എൻ്റെ വെക്കാൻ തന്നെ സ്ഥലമല്ല. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ അലമാറയിൽ വെച്ചു. ഓൻ്റെ അലമാറയിൽ ഇതാ ഓന് എല്ലാ ഡ്രസ്സും ഉണ്ണിമോൻക്ക് കൊടുത്തു. ഈ ഡ്രസ്സ് മാത്രം എടുത്തു വെച്ചിട്ടുള്ളൂ ഓന്. ഇത് ഓന് പെണ്ണ് കാണാൻ പോകുമ്പോൾ ഇട്ട ഡ്രസ്സാണ്. ഇത് ആർക്കും കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഇത് ഇതാ ഓൻ പോകുമ്പോൾ ഓൻ ഇട്ടിരുന്ന ടീഷർട്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാനിങ്ങനെ എടുത്തു വെച്ചത്. അന്നത്തെ ഒരു പെർഫ്യൂമിൻ്റെ മണത ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു പെർഫ്യൂമിൻ്റെ ആളാണ് ഓനൊക്കെയൊക്കെ. പിന്നെ പെർഫ്യൂമിൻ്റെ ആൾക്കാരായതുകൊണ്ട് ആ പെർഫ്യൂമിൻ്റെ മണം കേൾക്കുമ്പോൾ നമുക്ക് ഓല ഓർമ്മ വരും. ഇത് ഞാൻ മണക്കാൻ എടുത്തോന്ന് വെച്ചാൽ ഒരു 2 പ്രാവശ്യമായിട്ട് ഞാൻ ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്കൊരു ഓർമ്മ വന്നപ്പോഴും പിന്നെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്തും അതിങ്ങനെ മണപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. പിന്നെ ഈ അലമാരയിൽ ഇത് റനമോളും എനിക്ക് ഗിഫ്റ്റ് കൊടുത്ത ബോക്സുകൾ കേട്ടോ. പിന്നെ കുറേ ബൊക്കകളും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ കവറിലൊക്കെ ഇട്ട് എടുത്ത് വെച്ചേക്കുക. അതൊക്കെ ഒറിജിനൽ ഫ്ലവറാണ്. അതൊക്കെ ഇങ്ങനെ ചീഞ്ഞ് ഉണങ്ങി അങ്ങനെ. അപ്പം ഞാൻ ഓളോട് പറയും നീ ഈ ഒറിജിനൽ ഫ്ലവറോ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കരുത് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറാണ് നമുക്ക് എടുത്തേക്കാൻ. അങ്ങനത്തെ അലമാറൊക്കെ കാലിയാക്കി. ഇനി കുറച്ച് ദിവസം ഈ അലമാറയിൽ കാക്കുവിൻ്റെ കുപ്പായങ്ങളിലെ അമ്മിക്കുട്ടിയെ അങ്ങനത്തെ കാക്കുവിൻ്റെ റൂം സെറ്റായി. ഇന്നലെ ഡ്രസ്സൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടന്നത്. ഒക്കെ അടിച്ച് കഴിഞ്ഞ് ഇതായം ചെയ്യണം. ഞങ്ങളിപ്പോൾ രാത്രി ഇവിടെ കേട്ടോ കിടക്കാറ്. എന്താ വെച്ചാൽ യാമിക്കുട്ടിക്ക് പാല് കുടിക്കുറുമ്പാകാനോളം ഉറങ്ങുകയേ ചെയ്യൂല. അപ്പോൾ ഞങ്ങൾ TV വെക്കും, ഞങ്ങളിങ്ങനെ കിടക്കും ചെയ്യും. മറ്റേതോൾക്ക് റൂമിൻ്റെ പുറത്തേക്ക് പോകണം. ഇവിടെ ആകുമ്പോൾ ഓൾക്ക് ഇങ്ങനെ കളിച്ച് നടക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് കിടക്കുകയും ചെയ്യാം. ഉറക്കമൊന്നും വല്ലാതെ നടക്കൂല കേട്ടോ. ഓൾ 3 മണി 4 മണിക്കൊക്കെയാണ് ഓൾ ഉറങ്ങണത്. ശരിയായി വരുമോ കാര്യം. അപ്പോൾ ബെഡ് ഇതാ ഇവിടെ ഇട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഷെഫ് കുട്ടിനെ വിളിക്കാൻ പോണ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. വേഗം തന്നെ വരണ്ടേ ഇൻഷാ അല്ലാ. ഇത് ഓണം ഊഞ്ഞാല് അങ്ങനെയൊക്കെ പറഞ്ഞത് കാക്കു വരുന്നതിന്റെ ഊഞ്ഞാല, സന്തോഷത്തിനുള്ള ആഘോഷത്തിനുള്ള ഊഞ്ഞാലാട്ട. പെങ്ങളാകെ കിറങ്ങിക്കണല്ലോ. കാക്കു വിളിക്കോ? അവളെപ്പോഴും പറയും കാക്കൂന്ന് വിളിക്കും, ഞാൻ കെട്ടിപ്പിടിക്കും എന്നൊക്കെ പറയും. നേരിട്ട് കണ്ട എന്താ കാര്യം ആകെ മടിയായിട്ട് നിൽക്കുവോ, അന്തം വിട്ട് നിൽക്കുവോ? അവൾക്ക് കണ്ടാ തിരിച്ചറിയോ? ഫോട്ടോത്തിലൊക്കെ കണ്ടിട്ട് അറിയും, വീഡിയോ കോൾ ചെയ്യുമ്പോൾ അറിയും. ആ അതെ, എങ്ങനെയാണ് ഉണ്ടാവുക അറിയില്ല. അപ്പൊ അതിനൊക്കെയുള്ള എക്സൈറ്റ്മെന്റ്. എനിക്ക് യാമിക്കുട്ടി ഓളും തമ്മിലിങ്ങനെ കാണുന്ന ആ ഒരു ഇതൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെ ഇവൾക്ക് അറിയോ, അതൊക്കെയാണ് ഇന്ന് അങ്ങനെയൊക്കെ ഒരു സന്തോഷമുള്ളൊരു ദിവസം.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇനി ഷെഫ് കൂട്ടം വരുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റൂല.